ഹൃദയത്തിൽ തട്ടി ടീച്ചർ ആലോചിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ കണ്ണ് നിറയാറും. ഭക്തി നമ്മുടെ ഹൃദയത്തിലേക്ക് ഗുരുദേവന്റെ മുഖം കടന്നു വരികയും മനസ്സുകൊണ്ട് ആ കീർത്തനം ഉൾക്കൊള്ളുകയും ഹൃദയം കൊണ്ട് കേൾക്കുകയും ചെയ്യുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ, എത്ര നിരീശ്വരവാദികളുടെയും മനസ്സിൽ ഭക്തിയുടെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഒക്കെ സ്പർശം കടന്നു വരും എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഇന്ന് വിശ്വഗുരുവായി, ലോകത്തിൻ്റെ തന്നെ മാർഗദീപമായി ഗുരുവായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സുധാകരൻ സാർ വളരെ ചെറുതായിട്ടെങ്കിലും ഇവിടെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവർക്കും വിവിധ ഗുരുവുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ ഭാരവാഹികളാവുന്നതിനും അതിൽ പേര് വെച്ച് അഭിമാനിക്കുന്നതിനും നോട്ടീസ് അടിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒന്നും ഒരു തടസ്സമില്ല. പക്ഷെ എത്ര പേർക്ക് 100% ശ്രീനാരായണനായി ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതൊരു വലിയ അധ്വാനമാണ്. ഒരുപോലെ തന്നെ ശരീരവും മനസ്സും അകമഴിഞ്ഞ് അതിനുവേണ്ടി ശ്രമിച്ചെങ്കിൽ മാത്രമേ, ഒരു വ്യായാമമാണ്. മനുഷ്യന്, എനിക്കുൾപ്പെടെ ഉള്ളവർക്ക് തെറ്റുകൾ പറ്റില്ല. പക്ഷെ ആ തെറ്റുകളിൽ നിന്നും അകലം പാലിച്ച് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് ഏറ്റുപറഞ്ഞ് വീണ്ടും ഗുരുദേവ ദർശനങ്ങൾ, ഗുരുദേവ ആദർശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുമ്പോൾ മാത്രമാണ് നമുക്കൊരു ശ്രീനാരായണനാവാൻ കഴിയും. അതുകൊണ്ട് പൂർണ്ണമായും എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, ഇതിൻ്റെ പ്രവർത്തകർ പൂർണ്ണമായും 100% അല്ലെങ്കിലും ശരി, ഇതിൻ്റെ ഓരോ മുഖങ്ങളെയും കാണുമ്പോൾ ജീവിതം കൊണ്ട് ശ്രീനാരായണനാകാൻ പരിശ്രമിക്കുന്ന ഗുരുദേവന്റെ പൂർണ്ണമായും എത്തിച്ചേരാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ അടുത്തെങ്കിലും എത്തിച്ചേരാൻ ജീവിതം കൊണ്ട് പരിശ്രമിക്കുന്ന ആളുകളാണ് എന്നുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഗുരുദേവന്റെ ദർശനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരോടും കാരുണ്യം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്